കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയതിൽ അന്വേഷണം. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവത്തിൽ RDO പരിശോധന നടത്തി കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ചെറുവത്തൂർ മട്ടലായി ശിവക്ഷേത്രത്തിനടുത്താണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയത്. ആ ഭാഗത്ത് തന്നെയാണ് റോഡിന്റെ കോൺക്രീറ്റ് പാർശ്വഭിത്തി പൊട്ടിയ നിലയിലും കണ്ടത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഈ ഭാഗം മറച്ച് തുടക്കത്തിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കരാർ കമ്പനിയുടെ ശ്രമം. ഇതാണ് നാട്ടുകാരിൽ സംശയവും ആശങ്കയും ഉണ്ടാക്കിയത്. ആദ്യ മഴയിൽ തന്നെ റോഡ് തകരാൻ കാരണം നിർമ്മാണത്തിലെ അപാകതയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. 6 വരി പാതയുടെ പകുതി ഭാഗം താങ്ങി നിർത്തുന്ന കോൺക്രീറ്റ് ഭിത്തി പലയിടങ്ങളിലായി തകർന്നത് മേൽപാതയുടെ അടിത്തറയുടെ ബലത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതുപ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ, തഹസിൽദാർ, പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സോയിൽ കൺസർവേറ്റർ, ജിയോളജിസ്റ്റ്, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ എന്നിങ്ങനെ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളടങ്ങുന്ന സമിതി പ്രദേശത്ത് പരിശോധന നടത്തും. അതേസമയം വിദഗ്ധ സമിതിയുടെ സന്ദർശനത്തിന് മുമ്പ് വിള്ളലുണ്ടായ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് മിക്സ് പാകി മുകളിൽ ടാറിംഗ് നടത്താൻ കരാർ കമ്പനി ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. എന്നാൽ റോഡിന്റെ സുരക്ഷിതത്വത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആശങ്കയ്ക്കിടയില്ലാത്ത വിധം സർവീസ് റോഡിന്റെയും മേൽപാതയുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുമാണ് കമ്പനിയുടെ വിശദീകരണം. ന്യൂസ് മലയാളം, കാസർഗോഡ്.